$30 ട്രില്യൺ GDP ഉള്ള അമേരിക്കയും $20 ട്രില്യൺ GDP ഉള്ള ചൈനയും 4.5 ട്രില്യൺ GDP ഉള്ള ഇന്ത്യയെ ഭയപ്പെടുന്നുവോ? ഇന്ത്യയുടെ സാമ്പത്തിക കുതിച്ചുചാട്ടവും അതിനെ തടയാൻ ലോകത്തെ നിലവിലെ ശക്തികൾ എന്നറിയപ്പെടുന്ന അമേരിക്കയും ചൈനയും നടത്തുന്ന നീക്കങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അമേരിക്കയും ചൈനയും ഇന്ത്യയെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ആഗ്രഹമോ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ തന്റെ രാജ്യം വലിയ ശക്തിയാണെന്ന് കാണിക്കാൻ പറയുന്ന ഒരു ആവറേജ് ക്ലെയിമോ അല്ല. അതിലുപരിയായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള കുറെ കാരണങ്ങളുണ്ട്. വസ്തുതാപരമായി തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പരിശോധിക്കാം. 2026 ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളാണ് അമേരിക്കയും ചൈനയും. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ ലോകത്തെ അവരുടെ അപ്രമാദിത്വം നിലനിർത്താൻ എല്ലായ്പ്പോഴും പരിശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് ഈ രണ്ട് രാജ്യങ്ങളും ഒരുപോലെ ഒരു രാജ്യത്തെ ഭയപ്പെടുകയാണ്. അത് നമ്മുടെ ഭാരതമാണ്. 2025 ഒക്ടോബറിലെ IMF റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടെ ഇന്ത്യ. വൈകാതെ തന്നെ ജർമ്മനിയെ മറികടന്ന് ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ ഒരുങ്ങുകയാണ് ഭാരതം. എന്നാൽ ഈ വളർച്ചയെ തടയാൻ അമേരിക്കയും ചൈനയും കൈകോർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പരസ്പര സൗഹൃദങ്ങളും ചർച്ചകളും വ്യാപാരവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ വളർച്ച തങ്ങൾക്ക് ഒരുപോലെ ഭീഷണിയാണെന്ന് ചൈനയും അമേരിക്കയും കരുതുന്നുവോ എന്നതാണ് പ്രധാന ചോദ്യം. നമ്മുടെ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയെ തകർക്കാൻ അമേരിക്ക 126% നികുതി ചുമത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന അവിടെ ഇറക്കുമതി ചെയ്യുന്ന സോളാർ പാനലുകൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് 126% നികുതി ചുമത്തിയിരിക്കുന്നത്. മറുവശത്ത് ചൈന ഇന്ത്യക്കെതിരെ ലോക വ്യാപാര സംഘടനയിലെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയെ പോലെ $4.5 ട്രില്യൺ മാത്രം GDP ഉള്ള ഒരു രാജ്യത്തെ എന്തിനാണ് ലോകത്തെ പ്രധാന ശക്തികളായ അമേരിക്കയും ചൈനയും ഭയപ്പെടുന്നത്? അതിന്റെ കാരണങ്ങൾ ഇനി നോക്കാം. ഈ ആഴ്ച പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണ് ഇന്ത്യയിൽ നിന്നുള്ള സോളാർ ഉപകരണങ്ങൾക്ക് അമേരിക്ക 126% നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് കണ്ടത്. ഇതൊരു ചെറിയ തുകയല്ല. ഇന്ത്യയുടെ സോളാർ മേഖലയെ തകർക്കാനുള്ള വ്യക്തമായ ഒരു നീക്കം ഇതിന്റെ പുറകിലുണ്ട്. ഇന്ത്യ നൽകുന്ന സബ്സിഡികൾ അമേരിക്കൻ കമ്പനികൾക്ക് ഭീഷണിയാണ് എന്നതാണ് അവരുടെ വാദം. പക്ഷേ യഥാർത്ഥത്തിൽ ഏഷ്യയിലെ പുതിയ നിർമ്മാണ ഹബ്ബായിട്ട് ഇന്ത്യ മാറുന്നതാണ് അമേരിക്കയുടെ പ്രശ്നം. ഇത് അമേരിക്കയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പ്രസിഡന്റ് ട്രംപിന്റെ കീഴിൽ അമേരിക്കയിൽ തന്നെ ഉൽപാദനം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചൈനയിൽ നിന്ന് ഉൽപാദനത്തിന്റെ കുത്തക അമേരിക്കയിലേക്ക് പറിച്ചു നടാൻ കഴിയുമോ എന്ന് വ്യാമോഹിക്കുകയാണ് ട്രംപ്. എന്നാൽ അതേ സമയത്ത് ഇന്ത്യ ആകട്ടെ 2000ന്റെ തുടക്കത്തിൽ ചൈന കൈവരിച്ച ഒരു മാനുഫാക്ചറിംഗ് ഗ്രോത്ത് ഇപ്പോൾ കൈവരിക്കുന്നതായി അമേരിക്ക മനസ്സിലാക്കുന്നു. PLI സ്കീം പോലെയുള്ള ഇന്ത്യയുടെ സബ്സിഡി സ്കീമുകളിലൂടെ ഇന്ത്യൻ കമ്പനികൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കോമ്പറ്റേറ്റീവായിട്ട് പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ചൈനയുടെയും പ്രശ്നം. അമേരിക്ക നികുതി കൊണ്ട് ഇന്ത്യയെ നേരിടുമ്പോൾ ചൈന നിയമയുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ, റിന്യൂവബിൾ എനർജി മേഖലകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾക്കെതിരെ ചൈന ലോക വ്യാപാര സംഘടനയിലാണ് പരാതി നൽകിയത്. ഒരു കാലത്ത് ലോകത്തിന്റെ ഫാക്ടറി ആയിരുന്ന ചൈനയിൽ നിന്ന് കമ്പനികൾ ഇന്ത്യയിലേക്ക് ചേക്കേറുന്നതാണ് അവരെ പ്രകോപിപ്പിക്കുന്നത്. ആപ്പിൾ മുതൽ ടെസ്ല വരെ ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുമ്പോൾ തങ്ങളുടെ ആധിപത്യം നഷ്ടപ്പെടുമെന്ന് ചൈന ഭയക്കുന്നു. എന്നാൽ ഇന്ത്യ ആകട്ടെ അമേരിക്കയും ചൈനയും സമ്മർദ്ദം ചെലുത്തുമ്പോഴും ഇന്ത്യ പകച്ചു നിൽക്കുന്നില്ല എന്നതാണ് പ്രത്യേകമായി കാണേണ്ടത്. ഈ ആഴ്ച ഇസ്രയേലുമായി നടത്തിയ ചർച്ചകൾ തന്നെ ഇതിന് തെളിവാണ്. ഇസ്രയേലിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത UPI പദ്ധതി നടപ്പിലാക്കാൻ പോലും തീരുമാനമായി. കൂടാതെ ഇന്ത്യ ഇസ്രയേൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് അന്തിമ ഘട്ടത്തിലാണ്. അമേരിക്കയും ചൈനയും ആശ്രയിക്കാതെ തന്നെ പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുവാനും പുതിയ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധങ്ങൾ കെട്ടിപ്പൊക്കുവാനും ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് കരുത്തിനെയാണ് കാണിക്കുന്നത്. ഈ കരുത്തിനെ തന്നെയാണ് അമേരിക്കയും ചൈനയും മറ്റൊരർത്ഥത്തിൽ ഭയപ്പെടുന്നത്. ഇതിനോടകം തന്നെ ഇന്ത്യയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അമേരിക്കയ്ക്കും ചൈനയ്ക്കും നന്നായിട്ട് അറിയാം. ഇന്ത്യയുടെ ലക്ഷ്യം വ്യക്തമാണ്. GDPയുടെ 25% നിർമ്മാണ മേഖലയിൽ നിന്ന് ആക്കുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇതിനായിട്ട് 1.91 ലക്ഷം കോടി രൂപയുടെ PLI സ്കീമുകളാണ് ഇന്ത്യ നടപ്പിലാക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽസ് മുതൽ ഇലക്ട്രോണിക്സ് വരെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുന്നു. ചൈനയും അമേരിക്കയും ഭയപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ഈ സ്വയം പര്യാപ്തതയാണ്. ഒരു കാലത്ത് ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് കയറ്റുമതിയിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയാണ്. ഇന്ത്യയെ നേരത്തെ ചൈനയും അമേരിക്കയും കണ്ടിരുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ടാണ്. എന്നാൽ ഇന്ത്യ ഇനി മുതൽ വെറും ഒരു മാർക്കറ്റ് മാത്രമല്ല, മറിച്ച് സ്വന്തമായി ഉൽപാദനം നടത്തുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്ന ഒരു പുതിയ മത്സരാർത്ഥി കൂടിയാണ്. ഇത്രയും കാലം ചൈന ഒറ്റയ്ക്ക് അനുഭവിച്ചിരുന്ന ലോകത്തിന്റെ ഫാക്ടറി എന്ന് പറയുന്ന ആ ഒരു വിളിപ്പേര് പതിയെ പതിയെ അവർക്ക് നഷ്ടപ്പെടാൻ തുടങ്ങുകയാണ്.
മറ്റൊരു ലോകത്തിന്റെ ഫാക്ടറി ഉദിച്ചു വരുന്നത് ചൈനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. തങ്ങൾക്കൊരു പുതിയ കോമ്പറ്റേറ്ററെ വേണ്ട എന്ന് തന്നെയാണ് അമേരിക്കയും കരുതുന്നത്. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ചൈനയെ കൊണ്ട് തന്നെ അവർ പൊറുതി മുട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് അടുത്ത ശക്തിയായിട്ടുള്ള ഇന്ത്യയുടെ വളർച്ച. അമേരിക്കയും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു പരിധി വിട്ട് വളരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. ചുരുക്കത്തിൽ ലോകത്തിന്റെ അധികാരം ഇന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് മാറുകയാണ്. അമേരിക്കയുടെയും ചൈനയുടെയും ഏകാധിപത്യത്തിന് ഇന്ന് ഇന്ത്യ ഒരു വലിയ വെല്ലുവിളിയാണ്. അവർ എത്ര തടയാൻ ശ്രമിച്ചാലും 2030 ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്ന് ഉറപ്പാണ്. ഇത് പുതിയ ഭാരതമാണ്, ആരെയും ഭയക്കാത്ത ഭാരതം. ഇന്ത്യൻ എക്കണോമിക്ക് ചില സവിശേഷതകളുണ്ട്. ചൈനയെ പോലെ അല്ല ഇന്ത്യൻ എക്കണോമി. ഈ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ചൈനീസ് എക്കണോമി എന്ന് പറയുന്നത് പൂർണ്ണമായി കയറ്റുമതിയെ മാത്രം ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒരു എക്കണോമിയാണ്. എന്നാൽ ചൈനയെ പോലെ കയറ്റുമതിയെ മാത്രം ആശ്രയിച്ചല്ല ഇന്ത്യ വളരുന്നത്. ഇന്ത്യക്ക് സ്വന്തമായി 140 കോടിയിലധികം വരുന്ന ഒരു വലിയ ഉപഭോക്തൃ വിപണിയുണ്ട്. അമേരിക്ക നികുതി കൂട്ടിയാലും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഇന്ത്യക്ക് സ്വന്തം വിപണി തന്നെ ധാരാളമാണ്. ഇത് പുറത്തു നിന്നുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ഇന്ത്യയെ സംരക്ഷിക്കുകയാണ്. ലോകമൊട്ടാകെ നാളെ വലിയൊരു സാമ്പത്തിക തകർച്ച നേരിട്ടാലും ചൈനയും അമേരിക്കയും ഉൾപ്പെടെ അതിൽ വീണാലും ഇന്ത്യക്ക് സർവൈവ് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച മൈനസിലേക്ക് പോയി. പലരും വിധി എഴുതി ഇന്ത്യക്ക് ഇനി ഒരു തിരിച്ചുവരവ് സാധിക്കുകയില്ല എന്ന്. എന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യ തിരിച്ചു വരിക മാത്രമല്ല, വീണ്ടും ലോകത്തെ അതിവേഗത്തിൽ വളരുന്ന ഏറ്റവും ഉയർന്ന GDP ഗ്രോത്ത് ഉള്ള രാജ്യമായിട്ട് മാറുകയും ചെയ്തു. ഇതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ത്യയുടെ ആഭ്യന്തര വിപണി കൂടിയാണ്. UPI, ആധാർ, ഡിജിറ്റൽ ലോക്കർ തുടങ്ങിയ ഇന്ത്യയുടെ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും അത് സ്വീകരിക്കുകയാണ്. സാമ്പത്തിക ഇടപാടുകൾ ഇത്ര വേഗത്തിലും സുതാര്യമായും നടത്തുന്ന മറ്റൊരു രാജ്യം ലോകത്തില്ല. എന്തിന്, ചൈന പോലും ഈ കാര്യത്തിൽ ഇന്ത്യയുടെ പുറകിലാണ്. ഡിജിറ്റൽ വിപ്ലവത്തിൽ ഇന്ത്യ ലോകത്ത് പിന്നിലാക്കിയതിൽ ചൈനയും അമേരിക്കയും യൂറോപ്പും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ഈ കാര്യത്തിൽ ഇന്ത്യ തന്നെയാണ് സ്റ്റാർ. ഈ സാങ്കേതിക മേധാവിത്വം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂട്ടുന്നുണ്ട്. ഇന്ത്യ ഒരു രാജ്യത്തെയും മാത്രം ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. അമേരിക്കയുമായിട്ട് തർക്കമുണ്ടാകുമ്പോൾ തന്നെ റഷ്യയുമായിട്ട് വ്യാപാരം നടത്താനും ഇസ്രായേലുമായി സാങ്കേതിക വിദ്യ പങ്കുവയ്ക്കാനും ഗൾഫ് രാജ്യങ്ങളുമായി ഊർജ്ജ കരാറുകളിൽ ഏർപ്പെടുവാനും ഇന്ത്യക്ക് സാധിക്കുന്നു. ഈ മൾട്ടി അലൈൻമെന്റ് നയം ഇന്ത്യയെ ഒരു സുരക്ഷിത സാമ്പത്തിക ശക്തിയായിട്ട് മാറ്റുകയാണ്. ലോകത്തെ വമ്പൻ കമ്പനികൾ ഇപ്പോൾ ചൈനയ്ക്ക് പകരം മറ്റൊരു കേന്ദ്രം തിരയുകയാണ്. രാഷ്ട്രീയ സ്ഥിരതയും ജനാധിപത്യവുമുള്ള ഇന്ത്യയാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം. ചൈന എത്ര എതിർത്താലും ആഗോള കമ്പനികൾക്ക് ലാഭം നോക്കി ഇന്ത്യയിലേക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്നതാണ് ഇന്നത്തെ സാഹചര്യം. പണ്ട് ആയുധങ്ങൾക്കായിട്ട് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് അത്യാധുനിക ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറി. പ്രതിരോധ മേഖലയിലെ ഈ വളർച്ച ഇന്ത്യയുടെ തന്ത്രപരമായ കരുത്താണ് വർദ്ധിപ്പിക്കുന്നത്. 2014 മുമ്പ് ഇന്ത്യ എത്ര രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നുവെന്നും ഇന്ന് എത്ര രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുവെന്നും മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. കഴിഞ്ഞ ഈ കാലയളവിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യ കൈവരിച്ച മാറ്റം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ. അമേരിക്കയുടെ നികുതി മതിലുകൾക്കും ചൈനയുടെ നിയമയുദ്ധങ്ങൾക്കും ഇന്ത്യയുടെ വേഗത കുറയ്ക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ തടയാനാവില്ല. കാരണം ഇന്ത്യയുടെ വളർച്ച പുറത്തു നിന്നുള്ളതല്ല, അത് ഉള്ളിൽ നിന്നുള്ളതാണ്. 2030 ലോകം കാണാൻ പോകുന്നത് ഭാരതത്തിന്റെ സാമ്പത്തിക വിജയഗാഥയായിരിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.